പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ 5ാം സെമസ്റ്റർ പരീക്ഷ ഈ വരുന്ന ഒക്ടോബർ 15 തീയതി ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണയായി നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ സാധാരണയായി കാണുന്ന ചോദ്യമാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഒരു ചോദ്യം. അത് 8 മാർക്കിന് എസ്സേ ആയിട്ടാണ് സാധാരണ ചോദിക്കാറ്. അപ്പോ ഇൻകം ഫ്രം പ്രൊഫഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ഇതില് Dr. Rajan is a medical practitioner. He gives you the following summary of cash book of the previous year 2015-16. അതാണ് പറയുന്നുള്ളത്. അതായത് രാജൻ എന്ന് പറയുന്നത് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ തന്നെ അതായത് എന്താ പറയാ, ഡോക്ടറാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിൽ വരും നമുക്കറിയാം. പ്രൊഫഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഇതിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡ് ഉള്ളതെല്ലാം റെസീപ്റ്റും റൈറ്റ് സൈഡ് ഉള്ളതെല്ലാം പേയ്മെന്റുമാണ്. അപ്പോൾ അതിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഒന്ന് ശ്രദ്ധിക്കുക. ബാലൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബാക്കിയുള്ള ക്യാഷ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് 10,000. പിന്നെ കൺസൾട്ടേഷൻ ഫീ തന്നിട്ടുണ്ട് 60,000, വിസിറ്റിംഗ് ഫീ 45,000, ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് 8,000, സെയിൽസ് ഓഫ് മെഡിസിൻ 42,000, പിന്നെ ഡിവിഡൻസ് ഫ്രം UTI 6,000, ഇൻഷുറൻസ് മെച്യൂരിറ്റി സം 10,000, ഡിവിഡൻഡ് ഓൺ ഷെയർസ് 6,000. പിന്നെ അപ്പുറത്തെ സൈഡ് പേയ്മെന്റ് ചെയ്ത കാര്യങ്ങൾ റെന്റ് ഓഫ് ക്ലിനിക്, പർച്ചേസ് ഓഫ് മെഡിസിൻ, സ്റ്റാഫ് സാലറി 24,000, ഫിസിക്കൽ എക്യുപ്മെന്റ് 40,000, മോട്ടോർ കാർ എക്സ്പെൻസ് 8,000, പർച്ചേസ് ഓഫ് കാർ 1,40,000, ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് 7,000, ക്ലോസിംഗ് ബാലൻസ് 2,000. ഇത്ര ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. കൂടാതെ അതർ ഇൻഫർമേഷൻ ആയിട്ടും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതും കൂടി നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. 50% of the motor car expenses are incurred in connection with the profession. അതായത് മോട്ടോർ കാർ എക്സ്പെൻസസിന്റെ 50% മാത്രമാണ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കാം? അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. പിന്നെ കാർ വാസ് പർച്ചേസ്ഡ് ഇൻ ഡിസംബർ 2015. അപ്പോൾ ഡിസംബർ 2015 എന്ത് ചെയ്യുന്നത്? കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. 4 മാസമേ ഉള്ളൂ. നമ്മൾ അപ്പോൾ സാധാരണ ഡിപ്രിസിയേഷൻ കാണുന്ന സമയത്തൊക്കെ പകുതി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം 6 മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് 1 വർഷം എടുക്കുന്നത്. പിന്നെ ഇതിൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് 6,800 ഇൻഷുറൻസ് പ്രീമിയം. അതായത് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസിൽ 6,800 എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക, ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് 7,000 തന്നിട്ടുണ്ട്. ഇതിൽ 6,800 ഇൻഷുറൻസ് പ്രീമിയം ആണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് അല്ല, അയാളുടെ വീട്ടു ചെലവുകളാണ് ഇതിൽ പറയുന്നുള്ളത്. പിന്നെ ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ഇൻക്ലൂഡ് ₹3,000 ഫ്രം റിലേറ്റീവ്സ്. അപ്പോൾ ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് എന്ന് പറഞ്ഞ മുകളിൽ തന്ന റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടോ നോക്കാം. അപ്പൊ ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ഉണ്ട്. 8,000 ആണ് തന്നിട്ടുള്ളത്. അതിൽ 3,000 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബക്കാര് നൽകിയ പൈസയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് 8,000 3,000 മൈനസ് ചെയ്ത് 5,000 മാത്രമേ നമ്മൾ പ്രൊഫഷനുള്ളവരുമായിട്ട് കാണിക്കൂ. അതായത് ആ 5,000 പേഷ്യൻസിന്റെ അടുത്തുനിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നുള്ളത്. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർ മെഡിസിൻ ₹12,000 ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് on for 2000 was 4,000. അപ്പൊ നമ്മൾ സാധാരണ നമുക്കറിയാം പർച്ചേസ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. ഇവിടെ പർച്ചേസ് ഓഫ് മെഡിസിൻ നമുക്കറിയാം 38,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം, 4,000 ആഡ് ചെയ്യാം, 12,000 ഡിഡക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് അത് തന്നിട്ടുള്ളത്. പിന്നുള്ളത് അസ്യൂം ഡിപ്രിസിയേഷൻ ഓഫ് കാർ അറ്റ് 20% ആൻഡ് സർജിക്കൽ എക്യുപ്മെന്റ് അറ്റ് 25%. അപ്പൊ നമ്മള് കാറിന്റെ ഡിപ്രിസിയേഷൻ കാണുമ്പോൾ 20% ആണ് കാണേണ്ടത്. പിന്നെ സർജിക്കൽ എക്യുപ്മെന്റിന്റെ 25% ആണ് കാണേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യും എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോ കാറ് നമ്മൾ നേരത്തെ പറഞ്ഞു
ഏത് സമയത്താണ് വാങ്ങിച്ചത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഡിസംബറിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ആകെ ഒരു 4 മന്തേ വരുന്നുള്ളൂ. 6 മാസത്തിൽ കുറവാണ്. ഡിപ്രിസിയേഷൻ കാണുമ്പോൾ പകുതി കണ്ടാൽ മതി. പിന്നെ അതിന്റെ എമൗണ്ട് എടുക്കാം. 1,40,000 ആണ് കാറിന്റെ തുകയായി വരുന്നത്. 1,40,000 ഇൻറ്റു 20%. പിന്നെ പറഞ്ഞു 50% മാത്രമേ എന്തിന് ഉപയോഗിക്കുന്നുള്ളൂ, പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര എടുത്താൽ മതി? 20% ഇൻറ്റു 50%. പിന്നെ അതേപോലെ ഡിപ്രിസിയേഷൻ 1 ഇയറിലേക്കല്ല, കാരണം നമ്മൾ ഡിസംബറിലാണ് വാങ്ങിക്കുന്നത്. ഡിസംബറിലാവുമ്പോൾ 4 മന്തേ ഉള്ളൂ. അപ്പോൾ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇൻറ്റു 1/2 ആ രീതിയിലാണ് ചെയ്യേണ്ടി വരിക. പിന്നെ ഇനി നോക്കാം. അപ്പൊ ഇത്ര അഡ്ജസ്റ്റ്മെന്റിലുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു. പിന്നെ ഓരോ ഐറ്റംസ് നമ്മൾ എടുത്തു നോക്കാം. കൺസൾട്ടേഷൻ ഫീ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ കൺസൾട്ടേഷൻ ഫീ എന്ന് പറയുന്നത് മൊത്തം എന്താണ്? നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്ത് കിട്ടുന്ന പൈസയാണ്. അപ്പൊ അത് മുഴുവനായിട്ടും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പ്രൊഫഷണൽ റെസീപ്റ്റ് ആയി കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ഏതാണ്? കൺസൾട്ടേഷൻ ഫീ എന്ന് പറയുന്ന ഐറ്റം. ഓക്കെ, കൺസൾട്ടേഷൻ ഫീ എന്ന് പറയുന്ന ഐറ്റം എന്തായിട്ട് എടുക്കാം? ഫുൾ ആയിട്ട് എടുക്കുക. എത്രയാണ്? 60,000. നെക്സ്റ്റ് വിസിറ്റിംഗ് ഫീ. വിസിറ്റിംഗ് ഫീ എത്രയാണ് പറയുന്നുള്ളത്? 45,000 ആണ് വിസിറ്റിംഗ് ഫീ പറയുന്നുള്ളത്. ഓക്കെ, 45,000 ആണ് വിസിറ്റിംഗ് ഫീ പറയുന്നുള്ളത്. അപ്പോ അതെടുക്കാം. 45,000. വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടില്ല? അപ്പോൾ വിസിറ്റിംഗ് ഫീ അത്ര തന്നെ എടുക്കാം, 45,000. അതും നമുക്ക് റെസിപ്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ്. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ഇവിടെ എത്രയുണ്ട്? 8,000 ഉണ്ട്. മുകളിൽ നോക്കാം, 8,000 ആണ് ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ 3,000 റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ എത്രയെ കൺസിഡർ ചെയ്യും ഇവിടെ? അതായത് നമ്മൾ ഇവിടെ എടുക്കുന്നത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഇൻകം മാത്രമേ എടുക്കുന്നുള്ളൂ, അതായത് റെസിപ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നോക്കാം, 8,000 മൈനസ് 3,000. അപ്പൊ 5,000 മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സെയിൽ ഓഫ് മെഡിസിൻ എത്ര ഉണ്ടെന്ന് നോക്കാം. സെയിൽ ഓഫ് മെഡിസിന് 42,000. സെയിൽ ഓഫ് മെഡിസിൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ ചികിത്സിച്ച് രോഗികൾക്ക് മെഡിസിൻ കൊടുക്കുന്നതാണ്. അപ്പൊ അത് നമ്മളെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഉള്ള ചെലവ് തന്നെയാണ്. അപ്പൊ മൊത്തത്തിൽ എടുക്കാം 42,000. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും, ഇതില് കുറെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. ഡിവിഡൻസ് ഫ്രം UTI, അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? UTIയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുന്നു? പേഴ്സണൽ ആയിട്ട് ഡിവിഡൻഡ് ആയി കിട്ടുന്നു. അത് എന്തെന്ന് കിട്ടുന്ന വരുമാനമല്ല, നമ്മുടെ പ്രൊഫഷൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനമല്ല. അത് നമ്മളെ വരുമാനം വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്ത്, UTIയിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഇൻഷുറൻസ് മെച്യൂരിറ്റി സം, നമ്മൾ എന്ത് ചെയ്തു? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഏതോ ലൈഫ് ഇൻഷുറൻസോ മറ്റോ ജനറൽ ഇൻഷുറൻസോ എടുത്തിട്ടുണ്ട്. അതിന്റെ മെച്യൂരിറ്റി ആയിട്ടുള്ള പൈസ നമുക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചു കിട്ടുന്നു. അതും എന്തല്ല, നമ്മുടെ ഈ ഡോക്ടറെ പണി ചെയ്ത് ജോബ് ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനമല്ല. അപ്പൊ ഇതും എന്ത് ചെയ്യില്ല, അതിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ ഉള്ളത് ലാസ്റ്റ് ഡിവിഡൻഡ് ഓൺ ഷെയർ ആണ്. ഡിവിഡൻഡ് ഓൺ ഷെയർ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതൊരു കമ്പനിന്റെ ഷെയർ എടുത്തിട്ടുണ്ട്. അതെന്തില്ല, നമ്മുടെ പ്രൊഫഷന് കിട്ടുന്ന വരുമാനമല്ല, അതർ ദാൻ പ്രൊഫഷൻ കിട്ടുന്ന വരുമാനമാണ്. അപ്പൊ അത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ എടുക്കുന്ന ഐറ്റംസ് 4 കൺസൾട്ടേഷൻ ഫീ, വിസിറ്റിംഗ് ഫീ, ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ്, സെയിൽ ഓഫ് മെഡിസിൻ. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് മാറാം, പക്ഷെ ഇവിടെ എടുക്കുന്ന 4 മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗിഫ്റ്റ് ആൻഡ് പ്രസൻസിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇവിടെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 60,000 പ്ലസ് 45,000 പ്ലസ് 5,000 പ്ലസ് 42,000, 1,52,000 ആണ് പ്രൊഫഷണൽ റെസീപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെൻസ്, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ്, അതായത് പ്രൊഫഷനുമായി ബന്ധമുള്ളത് മാത്രമേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ലെസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ മെഡിസിൻസ് യൂസ്ഡ്. ഓക്കെ, നമ്മൾ എത്ര മെഡിസിൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പർച്ചേസ് ചെയ്തിട്ട്, അതായത് എത്ര നമ്മൾ മൊത്തം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അതില് നേരത്തെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 4,000 ഉണ്ട്. പിന്നെ 38,000 പർച്ചേസ് ഈ വർഷം വാങ്ങിച്ചതുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 ഉണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ 42 മൈനസ് 12 30,000 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ റെന്റ് ഓഫ് ക്ലിനിക് ഉണ്ട്. റെന്റ് ഓഫ് ക്ലിനിക് ഇവിടെ നോക്കാം, എത്രയാണ് തന്നിട്ടുള്ളത്? റെന്റ് ഓഫ്
ക്ലിനിക്ക് 18,000 തന്നിട്ടുള്ളത്. അപ്പോൾ ആ 18,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുക്കുന്നു 18,000. ഓക്കെ, റെന്റ് ഓഫ് ക്ലിനിക്ക് 18,000 എടുത്തു. പിന്നെ സ്റ്റാഫ് സാലറി പറയുന്നുണ്ട്. അതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യേണ്ടി വരും. അതൊന്നും അഡ്ജസ്റ്റ്മെന്റ് പറയുന്നില്ല. സ്റ്റാഫ് സാലറി 24,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുക്കുന്നു. പിന്നെ സർജിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. സർജിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു അസറ്റ് ആണ്. അസറ്റ് അല്ല, നമ്മൾ ഇവിടെ എന്താണ് എടുക്കുന്നത്, എക്സ്പെൻസസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ മാത്രം എടുക്കുക. ഏതിന്റെ, സർജിക്കൽ എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ മാത്രം എടുക്കാം. അപ്പോ എന്താണ് സർജിക്കൽ എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ് വരുന്നത്, 40,000 ആണ് സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ 25% അല്ലെ, അത് 40,000 നാലിലൊന്ന് 10,000 ആണ് വരിക. പിന്നെ അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ കാർ, അത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ വാല്യൂ എത്രയാണ് കാറിന്റെ, 1,40,000 ആണ് കാറിന്റെ വില എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20% എന്ന് പറഞ്ഞു. പിന്നെ അതായത് 50% മാത്രമേ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എത്ര എടുക്കൂ, 50% മാത്രമേ എടുക്കൂ. അപ്പൊ എന്തായി, 1,40,000 ഇൻറ്റു 20%, അപ്പൊ എത്ര, 28,000. 28,000 ഇൻറ്റു 50% 14,000 വരും. പിന്നെ 14,000ന്റെ ഹാഫ് 7,000 ആണ് വരുന്നത്. പിന്നെ മോട്ടോർ കാർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം ഉണ്ട് ഇവിടെ. ഓക്കെ, മോട്ടോർ കാർ എക്സ്പെൻസസ്, കാറിന്റെ എക്സ്പെൻസ് എത്രയാണ്, 8,000. അപ്പൊ ടോട്ടൽ മോട്ടോർ കാറിന് എത്ര ഉണ്ട്, 8,000 എക്സ്പെൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഫഷന് വേണ്ടിയിട്ട് എത്ര ഉപയോഗിക്കുന്നു നോക്കാം. 50% ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ എത്രയായി, 4,000 ആയി. ഓക്കെ, അപ്പോൾ 1,52,000 93,000 നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് 93,000 എക്സ്പെൻസ്, പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 93,000 കിട്ടും. പിന്നെ റെസീപ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, 1,52,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1,52,000 93,000 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 59,000 ആയിരിക്കും. അതാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ. നമ്മൾ അത്ര എമൗണ്ടിനാണ് എന്ത് ചെയ്യുക, ടാക്സബിൾ ആയിട്ട് വരാം. ഓക്കെ, അതായത് ആ എമൗണ്ട്, പിന്നെ അത് നമ്മൾ സ്ലാബ് ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ടാക്സ് കൊടുക്കുന്നത്. ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ 59,000 വേറെ സോഴ്സസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിന്റെ ലിങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു. ഇത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, ഉപകാരമാകട്ടെ. താങ്ക് യു.